ഹായ് ഹലോ നമസ്കാരം. ഇന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള ബിരുദതല പ്രാഥമിക പരീക്ഷ, +2 ലെവൽ, ജൂനിയർ ക്ലാർക്ക്, സഹകരണം തുടങ്ങിയ മത്സര പരീക്ഷകൾക്കുള്ള സമഗ്ര പരിശീലനം നൽകുന്നതിനായി മാതൃഭൂമി തൊഴിൽ വാർത്ത നൽകുന്ന 2025 ഫെബ്രുവരി 15 ശനിയാഴ്ച എന്ന തീയതിയിലുള്ള പതിപ്പിൻ്റെ പൊതുവിജ്ഞാനമാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ഓരോ ചോദ്യമായി നോക്കി അതിൻ്റെ വിശദാംശങ്ങൾ പഠിക്കാവുന്നതാണ്. ഏത് ഉപഗ്രഹമാണ് ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100ാമതായി വിക്ഷേപിച്ചത്? NVS-2 ആണ് ഉത്തരം. NVS-2 ഏത് ഉപഗ്രഹമാണ് ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100ാമതായി വിക്ഷേപിച്ചത്? NVS-2. ഗതിനിർണയ സംവിധാനങ്ങൾക്കുള്ള NVS-02 ഉപഗ്രഹം GSLVയുടെ 15 റോക്കറ്റ് ഉപയോഗിച്ച് 2025 ജനുവരി 29 സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ വിക്ഷേപിച്ചത്. ദൗത്യം പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. സാങ്കേതിക തകരാറിനെ തുടർന്ന് NVS-02 ഉപഗ്രഹത്തിൻ്റെ ഭ്രമണപഥം ഉയർത്തൽ വൈകുകയാണ്. റോക്കറ്റ് ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന താൽക്കാലിക ഭ്രമണപഥത്തിലേക്കാണ് ഉപഗ്രഹത്തെ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഘട്ടം ഘട്ടമായി ഭ്രമണപഥം ഉയർത്തി ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനാണ് ലക്ഷ്യം. ഉപഗ്രഹത്തിലുള്ള ത്രസ്റ്റർ എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് ഉയർത്തേണ്ടത്. എന്നാൽ ഇവയിലെ വാൾവുകൾക്ക് തകരാർ വന്നത് കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഭ്രമണപഥത്തിൽ തന്നെ ഉപഗ്രഹത്തെ നിലനിർത്തിയിരിക്കുകയാണ്. ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച മിഷൻ ഡയറക്ടർ തോമസ് കുര്യൻ, സ്പേസ് സെൻറ്റർ ഡയറക്ടർ A. രാജരാജൻ, VSSC ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർ മലയാളികളാണ്. 2008 ചന്ദ്രയാൻ 1 PSLV C-11, 2013 മംഗൾയാൻ PSLV C-25, 2019 ചന്ദ്രയാൻ 2 GSLV Mark 3, 2023 ചന്ദ്രയാൻ 3 LVM-3, 2022 ആദിത്യ L1 PSLV 57 എന്നിവയുടെ വിജയകരമായ വിക്ഷേപണങ്ങളും ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് നടന്നത്. 2017 PSLV C-37 റോക്കറ്റ് 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച റെക്കോർഡിട്ടിരുന്നു. 2021 സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 143 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ചതോടെയാണ് ഈ റെക്കോർഡ് നഷ്ടമായത്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഗഗൻയാൻ, ചന്ദ്രയാൻ നിന്ന് സാമ്പിൾ കൊണ്ടുവരാനുള്ള ചന്ദ്രയാൻ 4, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ തുടങ്ങിയ ദൗത്യങ്ങളാണ് ISROയ്ക്ക് മുമ്പിൽ ഇനിയുള്ളത്. ശ്രീഹരിക്കോട്ടയിലെ റേഞ്ച് എന്ന പേര് 2022 സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്നാക്കി മാറ്റിയിരുന്നു.